ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 41 അധ്യായം. രജകവധം മുതലായവ. ശ്രീശുകൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ജലത്തിൽ കാട്ടും തന്നുടൽ തൽക്ഷണം സ്തുതി തീരും മുമ്പ് മായ്ച്ചു നടൻ നാട്യത്തെ എന്ന പോൽ കൃഷ്ണൻ മറയവേ പൊങ്ങി ഉപസ്ഥാനം കഴിച്ചുടൻ തേരിനടുത്തേക്കു ചെന്നാൻ അക്രൂരൻ വിസ്മയത്തോടെ. ആരാഞ്ഞിതു ഹൃഷീകേശൻ മൺവിണ്ണീരിതിലേതിലോ ഭവാൻ എന്തോ കണ്ടു വിസ്മയിച്ചതായി സംശയിപ്പു ഞാൻ. അക്രൂരൻ പറഞ്ഞു, ഭൂവിലാകാശത്തു നീറ്റിലുള്ള വിസ്മയമത്രയും അങ്ങയിൽ തങ്ങവേ കാണപ്പെടാതെന്തുള്ളു വിസ്മയം. സർവവിസ്മയവും ബ്രഹ്മൻ നിന്നിൽ കണ്ടമരുന്ന ഞാൻ കാണേണ്ടതായി പാരിൽ വിണ്ണിൽ നീറ്റിനെന്തുള്ളു വിസ്മയം. ശ്രീശുകൻ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞും കൊണ്ട് അക്രൂരൻ തേർതെളിക്കയാൽ സന്ധ്യയ്ക്കു മുമ്പെത്തി രാമകൃഷ്ണന്മാർ മധുരാപുരി. വഴിക്കങ്ങിങ്ങൊത്തുകൂടി നിൽക്കുന്ന പുരവാസികൾ പ്രീതിയാൽ കണ്ണെടുക്കാതെ കണ്ടാരാ വാസുദേവരെ. കാത്തുനിൽപ്പായി മധുരതൻ മുന്നിലെ പുഷ്പവാടിയിൽ പ്രതീക്ഷായുക്തരായി നന്ദഗോപാതിവ്രജവാസികൾ. അവയ്ക്കടുത്തെത്തിയപ്പോൾ ഭഗവാൻ ജഗദീശ്വരൻ കരത്തിൽ അക്രൂരകരം ഗ്രഹിച്ചിട്ടോതി സസ്മിതം, അകത്തേക്കു കടന്നാലും മുന്നിൽ തേരോടുകൂടി നീ വരാം തളർച്ച തീർത്തിട്ടീ ഞങ്ങളും പുരി കാണുവാൻ. അക്രൂരൻ പറഞ്ഞു, പ്രഭോ, ഭവാനോടൊത്തെന്നെ പ്രവേശിക്കൊല്ല ഞാൻ പുരി. നാഥ, നിൻ ഭക്തനെ കൈവിടൊല്ല നീ ഭക്തവത്സല. ഏട്ടനൊത്തും ഗോപസുഹൃത്തുക്കളൊത്തും സുഹൃത്തമ നാഥനുള്ളേടമാക്കൂമൽ ഗേഹം. താങ്കൾ അധോക്ഷജ ശുദ്ധീകരിക്കണേ നിൻ കാൽപ്പൊടിയാൽ ഞങ്ങൾ തൻ ഗൃഹം. അതിനാൽ ശുദ്ധീഭവിപ്പൂ പിതൃക്കൾ സുരരഗ്നിയും. നിൻ കാൽ കഴുകവേ പുണ്യകീർത്തിയായി മഹാൻ ബലി നേടിയ ഐശ്വര്യം ഏകാന്ത ഭക്തർക്കുള്ള വിമുക്തിയും ശിവൻ ശിരസിൽ ധരിച്ച ഭവാൻ തൻ പാദതീർത്ഥമേ പുനീതമാക്കി മുപ്പാരും സകരർക്കേകി വിണ്ടലം. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, വരാം ഞാൻ ജ്യേഷ്ഠനോടൊപ്പം തൊൽഗേഹത്തിൽ. യദുക്കളെ ദ്രോഹിപ്പോനെ കൊന്ന ശേഷം ചെയ്തേക്കാം ഞാൻ സുഹൃൽ പ്രിയം. ശ്രീശുകൻ പറഞ്ഞു, ഉള്ളിൽ ചെന്ന ക്രൂരനോദി കംസനോടപ്രസന്നനായി വ്രജസ്ഥർ വന്നിട്ടുണ്ടെന്നു പിന്നെ പൂകി സ്വമന്ദിരം. ഗോപന്മാരും ജ്യേഷ്ഠനുമൊത്തന്നു സായാഹ്നവേളയിൽ പട്ടണത്തിൽ പ്രവേശിച്ചു കൃഷ്ണൻ കാഴ്ചകൾ കാണുവാൻ. ദർശിച്ചിതാ സ്ഫാടിക തുംഗഗോപുരദ്വാരം, ബൃഹൽ സ്വർണകവാടതോരണം, താമ്രാരകോഷ്ടങ്ങൾ, അതാര്യമാം കിടങ്ങ് ആരാമം ഉദ്യാനം അനേക ഭംഗികൾ. പൊഞ്ചത്തുരം മാളിക പൂമുഖാങ്കണം വരാന്ത തച്ചൻ തെരുവും ഗൃഹങ്ങളും വൈഡൂര്യ വജ്രസ്ഫടികാലയങ്ങളും പച്ചച്ചു നീലച്ചു തുടുത്ത വേദിയും. മുഖപ്പിൽ ജന്നൽപ്പടിയിൽ പിറാക്കളും ബർഹങ്ങളും സസ്വരമാടുമാട്ടവും വെടിപ്പിൽ രഥ്യാപണ ചത്വരങ്ങളിൽ പൂവക്ഷതം നെന്മലരങ്കുരങ്ങളും മാല്യങ്ങൾ ദീപാവലി പല്ലവങ്ങളും തൈർ ചന്ദനം ജിന്നിയ പൂർണ്ണകുംഭവും അടയ്ക്ക വസ്ത്രം കൊടി വാഴയും കലർന്നലങ്കരിച്ചീടിന പൂമുഖങ്ങളും. സഗോപരായങ്ങനെ രാജവീതിയിൽ ചരിക്കെ നോക്കി വസുദേവപുത്രരെ കുതൂഹലം പൂണ്ടു കുതിച്ചു മാളികപ്പുറത്തു പോയി തിങ്ങി നിരന്ന പൗരിമാർ. പണ്ടം ദുകൂലം വിപരീതമായി കുണ്ടലം ചിലമ്പൊറ്റകളായി ധരിച്ചുപോയി മറന്നുപോയി അന്നൊരു കണ്ണിൽ അഞ്ജനം ചേർക്കാനും ആ നാരികൾ വിസ്മയിക്കയാൽ. വന്നു കുറച്ചുണ്ടെഴുന്നേറ്റുവായുവോർ കുളിക്കുവാൻ വേണിയിൽ എണ്ണ തേച്ചവർ. കോലാഹലാൽ നിദ്ര വെടിഞ്ഞ കൂട്ടർ പാലൂട്ടുന്ന കൈക്കുഞ്ഞിനെ വിട്ടുപാഞ്ഞവർ. അവർക്കെഴും കണ്ണരവിന്ദലോചനൻ പ്രഗൽഭലീലാഹസിതാവലോകനൻ ഹരിച്ചു മത്തേഭസുവിക്രമൻ രമാകാന്തൻ സമസ്താശയ നിർവൃതിപ്രദൻ. ബഹുശ്രുതൻ കണ്ണിൽ വിളങ്ങവേ മനസ്സഴിഞ്ഞു തൽപുഞ്ചിരിയും കടാക്ഷവും പൊഴിച്ച തേനിൻ ഉളകത്തിൽ അക്ഷിയാൽ ഉൾക്കൊണ്ട ഹർഷത്തെ മുകർന്നുപോയവർ. മട്ടുപ്പാവുകളിൽ കേറി മുഖപത്മം വിടർന്നവർ പ്രീതിയാലാ സോദരരിൽ പൊഴിച്ചു സുമനസ്സുകൾ. തുഷ്ടബ്രാഹ്മണരങ്ങിങ്ങുമാല തൈരക്ഷതം ജലം ചന്ദനം മുതലാം കാഴ്ചദ്രവ്യത്താൽ ചെയ്തു പൂജകൾ. നേത്രോത്സവന്മാരിവരെ സദാ കാണുന്ന ഗോപിമാർ എന്തു പുണ്യം ചെയ്തു വിസ്മയിച്ചുപോയി പുരനാരിമാർ. പൂവിട്ടലക്കുന്ന വെളുത്തേടനെ പതി കാണവേ തന്നാൽ കൊള്ളാം നല്ല വസ്ത്രമെന്നു ഗെഞ്ചി ഗദാഗ്രജൻ.
ദേയന്മാരായ ഞങ്ങൾക്കു തന്നാലും ഉചിതാംബരം. തന്നാൽ പൂജ്യൻ ഭവാൻ ഉണ്ടാം അഭിവൃദ്ധി അസംശയം. എങ്ങും നിറഞ്ഞ ഭഗവാൻ കംസഭൃത്യനോട് ഈ വിധം യാചിക്കെ വർഷിച്ചു മത്തൻ കുപ്തൻ ആക്ഷേപവാക്കുകൾ. മലയിൽ കാട്ടിലും തെണ്ടും താന്തോന്നികൾ ദിനം പ്രതി ധരിപ്പത് ഇത്തരം രാജോചിത വസ്ത്രങ്ങൾ തന്നെയോ? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ചോദിക്കായികേവമോടുവിൻ. രാജദൂതന്മാർ കശാപ്പു ചെയ്തേക്കും തൃപ്തർ നിങ്ങളെ. ഇത്തരത്തിൽ പുലമ്പുന്ന രജകന്റെ ശിരസ്സുടൻ നിലംപതിപ്പിച്ചു കയ്യാൽ കുപിതൻ ദേവകീസുതൻ. വസ്ത്രഭാണ്ഡം നിലത്തിട്ടിട്ട് അങ്ങിങ്ങാരജകാശ്രിതർ ഓടിയപ്പോൾ കൈക്കലാക്കി ശുഭ്രവസ്ത്രങ്ങൾ അച്യുതൻ. ഉടുത്താരിഷ്ടവസ്ത്രങ്ങൾ കൃഷ്ണനും ബലരാമനും കൊടുത്തു ഗോപർക്കും താഴത്തെറിഞ്ഞു ബാക്കിയുള്ളവ. അപ്പോഴേക്കൊരു തുന്നാരൻ വിചിത്രവസനങ്ങളാൽ അണിയിച്ചു ഭിന്നവർണ്ണാലങ്കാരം രണ്ടുപേരെയും. കറുത്തിട്ടും വെളുത്തിട്ടും ആനക്കുട്ടികളെന്ന പോൽ വിളങ്ങി രാമകൃഷ്ണന്മാർ ഉത്സവച്ചമയത്തോടെ. പ്രസന്നൻ ഭഗവാൻ നൽകിയവൻ ഉത്കൃഷ്ടസിദ്ധിയും സ്മൃതി ഭക്തി ബലൈശ്വര്യങ്ങളും സായുജ്യലബ്ധിയും. മാലാകാരൻ സുദാമാവിൻ ഗൃഹം പൂകി തുടർന്നവർ. അവരെ കണ്ടെഴുന്നേറ്റു നമിച്ചാൻ മണ്ണിൽ വീണവൻ. പീഠം കാൽ കഴുകാൻ വെള്ളം താമ്പൂലം മാല ചന്ദനം രണ്ടുപേർക്കും കൂടെയുള്ളവർക്കും നൽകിയിടിനാനവൻ. നിങ്ങൾ തൻ വരവാൽ തുഷ്ടർ പിതൃദേവർഷിമാർ വിഭോ സാർത്ഥകം പാവിതം ജന്മമെനിക്കെന്നോതിനാനവൻ. നിങ്ങളെ ജഗതുത്പത്തിക്കെല്ലാം പരമകാരണം അംശങ്ങളോടൊത്തു ലോകക്ഷേമാർത്ഥം അവതീർണരും. ലോകരൂപർ സുഹൃത്തുക്കൾ ഭേദഭാവനയറ്റവർ സർവഭൂത സമന്മാരാം നിങ്ങൾ താൻ ഭക്തഭക്തരും. ആജ്ഞാപിപ്പിൻ ഭവൽഭൃത്യൻ ഇപ്പോൾ ചെയ്യേണ്ടതെന്തിവൻ. നിങ്ങൾക്കായി വല്ലതും ചെയ്യാൻ കഴിഞ്ഞാൽ ഭാഗ്യശാലി ഞാൻ. ഇത്രയും ചൊല്ലി സുദാമാവേകിനാൻ പ്രീതമാനസൻ. സൗരഭ്യത്താൽ പേരെടുത്ത പൂക്കളാൽ തീർത്ത മാലകൾ. മാല ചാർത്തി പ്രീതി പൂണ്ടു രാമൻ കൃഷ്ണൻ സുഹൃജ്ജനം. വരദന്മാർ കാൽക്കൽ വീഴുന്നവൻ നേകി വരങ്ങളെ. വരിച്ചാനഖിലാത്മാവിൽ ചലിച്ചിടാത്ത ഭക്തിയാൽ തൻ ഭക്തരിൽ പ്രിയം ഭൂതദയ എന്നിവയന്നവൻ. സുദാമാവിന്നേവമായുസ്സും പേരും ശ്രീബലങ്ങളും വംശാഭിവൃദ്ധിയും നൽകി സ്ഥലം വിട്ടു സഹാഗ്രജൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.